നാളെ ഒളിച്ചോടി പോവാനാ. പിന്നെ സുഖം. ആ നാളെ കോളേജിൽ വരും. ഓ അന്ന് നമ്മൾ പോയെടുത്തില്ലേ, എന്ത് രസമായിരുന്നു അല്ലേ. പിന്നെ നാളെ എത്ര പെട്ടെന്നാ. അയ്യോ അത് പറ്റുമോ? പൈസയൊന്നും ഇല്ലല്ലോ, എങ്ങനെ നമ്മൾ പോവും? അമ്മ എടുത്ത് ചോദിച്ചു നോക്കട്ടെ, അമ്മ തരുമോ എന്തോ എനിക്കറിയില്ല. സ്വർണ്ണമൊന്നും ഇപ്പോൾ തരത്തില്ല, കോളേജിൽ പോകണോണ്ടേ. പിള്ളേരെ ആരെങ്കിലും ഇതാക്കിയേ അങ്ങനെ പണയം വയ്ക്കുമോ അങ്ങനെയൊക്കെ പേടിച്ചിട്ടേ തരത്തില്ല. അതല്ലേ, സ്വർണ്ണമൊക്കെ ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ, പക്ഷേ തരത്തില്ലല്ലോ. അച്ഛൻ ഇഷ്ടംപോലെ സ്വർണ്ണങ്ങൾ കൊടുത്തു വിടുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, തരത്തില്ല അമ്മ. ഇന്നലെ ഞാനൊന്ന് ചോദിച്ചു നോക്കാം. എത്ര മണിക്കാണ്? 1 മണിക്കാ, രാവിലെ വെളുപ്പാക്കാലത്താ. ഓ നോക്കാം, ഓക്കെ. അമ്മ ഉറങ്ങട്ടെ, ഉറങ്ങപ്പോൾ ഇറങ്ങി വരാൻ നോക്കാം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോയാൽ പോരെ? മതിയോ? എന്നാൽ ശരി, 6 മാസം കഴിഞ്ഞ് നമുക്ക് ഒളിച്ചോടിയാൽ പോരെ? അപ്പം അടിച്ച് അത് എടുത്തിട്ട് പോരെ, പരീക്ഷ എഴുതി മേടിച്ചിട്ട് സർട്ടിഫിക്കറ്റും കൊണ്ട് പോയാൽ പോരെ? പറ്റത്തില്ലേ? ശരി എന്നാൽ ഞാൻ അമ്മയോട് ചോദിച്ചു നോക്കട്ടെ. ശരി, ഓക്കെ. അമ്മ നാളെ കോളേജിൽ പോകണം അമ്മേ. അവിടെ നാളെ നല്ല ഒരു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് കൊച്ചുങ്ങളെല്ലാവരും അവിടെ ഉണ്ട്, എൻ്റെ കൂടെ. പിന്നെ കോളേജിൽ പോകണം നാളെ. അപ്പോഴത്തേക്ക് ഇപ്പം ലാസ്റ്റ് അല്ലേ, പരീക്ഷയൊക്കെ തീരുന്ന സമയമല്ലേ. അപ്പം എല്ലാവരും ഒത്തുകൂടുന്ന സമയങ്ങളാണ്. അപ്പം നമുക്ക് അടിച്ചു പൊളിക്കാൻ നല്ല ഇതാണ്. അതിന് മാലയും വളയൊക്കെ ഇട്ടുകൊണ്ട് പോവാൻ. അത് കുഞ്ഞല്ലേ അമ്മേ, മറ്റേ 10 കളയില്ല അമ്മേ, കളയില്ല. അവിടെ എല്ലാരും ഇട്ടോണ്ട് വരുന്നില്ലേ 10 പവനൊക്കെ? അതെ, എന്തായാലും എനിക്കുള്ളതല്ലേ അമ്മേ. പിന്നെന്താ ഇപ്പോഴും വരെ നിന്റെ അച്ഛൻ കൊണ്ട് വെച്ചേക്കത് 40 പവൻ. അത് തന്നെ കല്യാണം സൂക്ഷിച്ചു വെച്ചത്. ഞാൻ ഒരു വള പാത്രം എടുത്തിട്ടുണ്ട്, അത് തന്നെ. ബാക്കിയെല്ലാം വെട്ടിയിരിക്കുന്നു. അവിടെ ഇരുന്നോട്ടമ്മേ. എനിക്ക് കുറച്ച് വളയും 2 വളയും 1 മാലയും 10 പവന്റെ മാലയും തന്നാണ്. ഇട്ടോണ്ട് പോയിട്ട് വരാമേ. അത് ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്ന് അറിയാം. അതില്ല, അവരുമില്ല. അപ്പുറത്ത് എൻ്റെ കൂടെ പഠിക്കുന്ന അപ്പുറത്ത് തെക്കേല രാമൻകുട്ടി അങ്കിളിൻ്റെ മോളുണ്ട്, അവള് മാത്രമേ വിളിച്ച് ഇപ്പം തന്നെ ചോദിക്കണം അമ്മയ്ക്ക്. ഹലോ ഉണ്ണിത്താനെ, നിന്റെ മോള് പോകുന്നുണ്ടോ നാളെ? അറിഞ്ഞില്ലയോ? കോളേജിൽ പ്രശ്നം നടക്കുന്നെന്ന് പറയുന്നു. അങ്ങനെ സംഭവമില്ലയോ? ഇവിടുത്തെ കൊച്ചു പറഞ്ഞു എല്ലാ കുട്ടികളും ഉണ്ടെന്ന് പറയുന്നു. പിന്നെ വളയും മാലയൊക്കെ ചോദിക്കുന്നു. അവളോട് ചോദിച്ചിട്ടെന്ന് പറഞ്ഞു. അവളോട് ഇല്ലയോ? അരമണിക്കൂറിനകം വരുമോ? ശരി ശരി. അവളല്ല അമ്മേ, അവള് വരുന്നില്ലല്ലോ. അവളല്ല, അമ്മയ്ക്ക് അറിഞ്ഞൂടെ ആ കുഞ്ഞ്. അവള് അപ്പുറത്തുള്ളതാണ്. അല്ലേതാ അന്നൊരു ദിവസം ഇവിടെ എൻ്റെ കൂടെ ചോറ് കഴിച്ച് വീട്ടിൽ പോയല്ലേ, 2 പിള്ളേര് വന്നേല്, ഒരു വെളുത്ത ഒരു കുട്ടി, ഒരു പൊക്കം. ഇല്ല അമ്മേ, ചതിക്കൂല. ഞാനിങ്ങ് വരൂല അമ്മേ. കൂട്ടുകാരായാലും ഇല്ല അമ്മ, ഞാൻ കൊടുക്കൂല. നമ്മളെ കഷ്ടപ്പെട്ടതല്ലേ, അങ്ങനെ ഞാൻ കൊടുക്കും. എന്താ വേണമെന്ന് പറഞ്ഞത്? എനിക്ക് 10 പവന്റെ മാലയും 2 വളയും. 2 വള ഇടണം, 2 വളയും. മാല താഴെ പോയി. 10 പവന്റെ മാലയാണ് ചുട്ടി. ശരി. പിന്നെ അന്നേരം പിന്നെ എത്ര മണിക്ക് വരും? അത് പറയാൻ പറ്റൂല അമ്മ. അവിടെ ചെന്ന് പരിപാടി തീർന്ന ഉടനെ പിള്ളേർ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ. സമയം നോക്കട്ടെ. 4 മണിയായി. ഞാൻ ഒരുങ്ങിയിട്ട് വരട്ടെ അമ്മേ. ശരി. പോയിട്ട് വരട്ടെ അമ്മേ. വിഷമാണ്, ഭയങ്കര വിഷമം. എന്താ കാര്യം? അല്ല, പരിപാടി പോണേ. പോട്ടെ. മക്കളെ സ്വർണം സൂക്ഷിച്ചോട്ടെ. വിഷമിച്ച് പോകുന്നല്ലേ കൊച്ച്. ഇത് വെച്ചേ പോട്ടെ അമ്മേ. അമ്മ
എന്ത് വെച്ചേ? സ്വർണ്ണം എല്ലാം പോയമ്മ. എങ്ങനെ പോയി? അത് പണയം വെച്ചോണ്ട് പറഞ്ഞ് മേടിച്ചോണ്ട് പോയി. ഓ, എനിക്ക് വയ്യ, ഞാൻ അച്ഛനെ ഏ? ഓ, എങ്ങനെ എവിടത്തെ തിരക്ക്? എന്നെ കേസ് കൊടുക്കാനില്ലേ? എന്നെ സ്നേഹിച്ച് വിളിച്ചോണ്ട് പോയതാണ്, വിളിച്ചോടി പോയതാണ്. വിളിച്ചോടി പോയോ? അപ്പൊ എന്റെ സ്വർണ്ണം എല്ലാം മേടിച്ചു. ഓ, ഞാൻ അപ്പോഴേ പറഞ്ഞേ 40 പവൻ പോയി. ഓ, ഓ. എനിക്ക് മരിക്കണേ, എനിക്ക് മരിക്കണോ. പോലീസിൽ അറിയിക്കാം, പോലീസിൽ അറിയിക്കട്ടെ. ഓ, ഹലോ, കൊല്ലം പോലീസ് സ്റ്റേഷനാണോ? എൻ്റെ കൊച്ചിനെ വീട്ടിൽ നിന്ന് കുറേ സ്വർണ്ണമായിട്ട് ഒരു പയ്യൻ പിടിച്ചോണ്ട് പോയി. സ്വർണ്ണം വാങ്ങിച്ചിട്ട് കൊച്ചിനെ തിരിച്ചു വിട്ടു. ഇവിടെ ഉണ്ട് അന്വേഷിക്കാൻ വാ. ഓ, ശരി ശരി. എവിടെ വെച്ച് സംഭവിച്ചു? കോളേജിന്റെ പുറത്ത് പണയം വെച്ചോണ്ട് വരാന്ന് പറഞ്ഞ് അവൻ പോയിട്ട് ആരെങ്കിലും കണ്ടോ?